ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വലിയ നോമ്പിലെ 6-ാം ഞായറാഴ്ച. യോഗ്യമായി നോമ്പനുഷ്ഠിക്കുന്നവൻ പ്രകാശമണവറയിൽ ആനന്ദിക്കും. ഇന്ന് ശമിയോ ഞായർ, കുരുടനെ സൗഖ്യമാക്കിയത് അനുസ്മരിക്കുന്ന ഞായറാഴ്ച. ഇന്നത്തെ വിചിന്തനത്തിനായി തിരുസഭ നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 41 വരെയുള്ള തിരുവചനങ്ങളാണ്. അവൻ കടന്നു പോകുമ്പോൾ ജന്മന അന്ധനായ ഒരുവനെ കണ്ടു. ശിഷ്യന്മാർ അവനോട് ചോദിച്ചു, റബ്ബി, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപം നിമിത്തമാണ്? ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ? യേശു മറുപടി പറഞ്ഞു, ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ പാപനിമിത്തമല്ല, പ്രത്യുത ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. എന്നെ അയച്ചവൻ്റെ പ്രവൃത്തികൾ പകലായിരിക്കുവോളം നാം ചെയ്യേണ്ടിയിരിക്കുന്നു. ആർക്കും ജോലി ചെയ്യാൻ കഴിയാത്ത രാത്രി വരുന്നു. ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഇത് പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി, തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി അവൻ്റെ കണ്ണുകളിൽ പൂശിയിട്ട് അവനോട് പറഞ്ഞു, നീ പോയി ശീലോഹ, അയക്കപ്പെട്ടവനെന്നർത്ഥം, കുളത്തിൽ കഴുകുക. അവൻ പോയി കഴുകി കാഴ്ചയുള്ളവനായി തിരിച്ചു വന്നു. അയൽക്കാരും അവനെ മുമ്പ് യാചകനായി കണ്ടിട്ടുള്ളവരും പറഞ്ഞു, ഇവൻ തന്നെയല്ലേ അവിടെ ഇരുന്ന് ഭിക്ഷ യാചിച്ചിരുന്നവൻ? ചിലർ പറഞ്ഞു, ഇവൻ തന്നെ. മറ്റു ചിലർ പറഞ്ഞു, അല്ല, ഇവൻ അവനെ പോലെ ഇരിക്കുന്നു എന്നേ ഉള്ളൂ. എന്നാൽ അവൻ പറഞ്ഞു, ഞാൻ തന്നെ. അപ്പോൾ അവർ അവനോട് ചോദിച്ചു, എങ്ങനെയാണ് നിന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടത്? അവൻ പറഞ്ഞു, യേശു എന്നു പേരുള്ള മനുഷ്യൻ ചെളിയുണ്ടാക്കി എൻ്റെ കണ്ണുകളിൽ പുരട്ടി, ശീലോഹായിൽ പോയി കഴുകുക എന്ന് പറഞ്ഞു. ഞാൻ പോയി കഴുകി, എനിക്ക് കാഴ്ച ലഭിച്ചു. എന്നിട്ട് അവൻ എവിടെ എന്നവർ ചോദിച്ചു. എനിക്കറിഞ്ഞുകൂടാ എന്നവൻ മറുപടി പറഞ്ഞു. മുമ്പ് അന്ധനായിരുന്ന അവനെ അവർ ഫരീസിയുടെ അടുത്ത് കൊണ്ടുവന്നു. യേശു ചെളിയുണ്ടാക്കി അവൻ്റെ കണ്ണുകൾ തുറന്നത് ഒരു ശാബത്ത് ദിവസമാണ്. വീണ്ടും ഫരീസിയർ അവനോട് എങ്ങനെ അവന് കാഴ്ച ലഭിച്ചു എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, അവൻ എൻ്റെ കണ്ണുകളിൽ ചെളി പുരട്ടി ഞാൻ കഴുകി, ഞാൻ കാണുകയും ചെയ്യുന്നു. ഫരീസേരിൽ ചിലർ പറഞ്ഞു, ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല, എന്തെന്നാൽ അവൻ ശാബത്ത് ആചരിക്കുന്നില്ല. എന്നാൽ മറ്റുള്ളവർ പറഞ്ഞു, പാപിയായൊരു മനുഷ്യന് എങ്ങനെ ഇത്തരം അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയും? അങ്ങനെ അവരുടെ ഇടയിൽ ഭിന്നതയുണ്ടായി. അപ്പോൾ ആ അന്ധനോട് വീണ്ടും അവർ ചോദിച്ചു, അവൻ നിന്റെ കണ്ണുകൾ തുറന്നല്ലോ, അവനെപ്പറ്റി നീ എന്ത് പറയുന്നു? അവൻ പറഞ്ഞു, അവനൊരു പ്രവാചകനാണ്. അവൻ അന്ധനായിരുന്നു എന്നും കാഴ്ച പ്രാപിച്ചെന്നും കാഴ്ച ലഭിച്ചവൻ്റെ മാതാപിതാക്കന്മാരെ വിളിച്ചു ചോദിക്കുവോളം യഹൂദർ വിശ്വസിച്ചില്ല. അവർ ചോദിച്ചു, അന്ധനായി ജനിച്ചു എന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ മകൻ ഇവനാണോ? ആണെങ്കിൽ എങ്ങനെയാണ് അവനിപ്പോൾ കാണുന്നത്? അവൻ്റെ മാതാപിതാക്കന്മാർ പറഞ്ഞു, അവൻ ഞങ്ങളുടെ മകനാണെന്നും അവൻ അന്ധനായി ജനിച്ചുവെന്നും ഞങ്ങൾക്കറിയാം. എന്നാൽ ഇപ്പോൾ അവൻ എങ്ങനെ കാണുന്നു എന്നും അവൻ്റെ കണ്ണുകൾ ആര് തുറന്നു എന്നും ഞങ്ങൾക്കറിഞ്ഞുകൂടാ. അത് അവനോട് തന്നെ ചോദിക്കുവീൻ, അവന് പ്രായമായല്ലോ. തന്നെക്കുറിച്ച് അവൻ തന്നെ പറയും. അവൻ്റെ മാതാപിതാക്കന്മാർ ഇങ്ങനെ പറഞ്ഞത് യഹൂദരെ ഭയന്നിട്ടാണ്. കാരണം യേശുവിനെ ക്രിസ്തു എന്ന് ആരെങ്കിലും പരസ്യമായി ഏറ്റുപറഞ്ഞാൽ അവനെ സിനഗോഗിൽ നിന്ന് പുറത്താക്കണമെന്ന് യഹൂദർ തീരുമാനിച്ചിരുന്നു. അതുകൊണ്ടാണ് അവൻ്റെ മാതാപിതാക്കന്മാർ അവന് പ്രായമായല്ലോ,
അവനോട് തന്നെ ചോദിക്കുവീൻ എന്ന് പറഞ്ഞത്. അന്ധനായിരുന്ന അവനെ യഹൂദർ വീണ്ടും വിളിച്ച് അവനോട് പറഞ്ഞു, ദൈവത്തെ മഹത്വപ്പെടുത്തുക, ആ മനുഷ്യൻ പാപിയാണെന്ന് ഞങ്ങൾക്കറിയാം. അവൻ പറഞ്ഞു, അവൻ പാപിയാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്നാൽ ഒരു കാര്യം എനിക്കറിയാം, ഞാൻ അന്ധനായിരുന്നു, ഇപ്പോൾ ഞാൻ കാണുന്നു. അവർ ചോദിച്ചു, അവൻ നിനക്ക് വേണ്ടി എന്തു ചെയ്തു? എങ്ങനെയാണ് അവൻ നിന്റെ കണ്ണുകൾ തുറന്നത്? അവൻ മറുപടി പറഞ്ഞു, നിങ്ങളോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞുവല്ലോ, അപ്പോൾ നിങ്ങൾ കേട്ടില്ല. എന്തുകൊണ്ടാണ് വീണ്ടും കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങളും അവൻ്റെ ശിഷ്യരാകുവാൻ ഇച്ഛിക്കുന്നുവോ? അവനെ ശകാരിച്ചുകൊണ്ട് അവർ പറഞ്ഞു, നീയാണ് അവൻ്റെ ശിഷ്യൻ, ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാരാണ്. ദൈവം മോശയോട് സംസാരിച്ചുവെന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ ഈ മനുഷ്യൻ എവിടെ നിന്നാണെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. അവൻ മറുപടി പറഞ്ഞു, ഇത് വിചിത്രമായിരിക്കുന്നു. അവൻ എവിടെ നിന്നാണെന്ന് നിങ്ങൾ അറിയുന്നില്ല, എന്നാൽ അവൻ എൻ്റെ കണ്ണുകൾ തുറന്നു. ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുകയില്ലെന്ന് നമുക്കറിയാം. എന്നാൽ ദൈവത്തെ ആരാധിക്കുകയും അവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന ദൈവം ശ്രവിക്കുന്നു. അന്ധനായി പിറന്ന ഒരു മനുഷ്യൻ്റെ കണ്ണ് ആരും തുറന്നതായി ലോകാരംഭം മുതൽ ഇന്നോളം കേട്ടിട്ടില്ല. ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ളവനല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ അവന് കഴിയുമായിരുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു, തികച്ചും പാപത്തിൽ പിറന്ന നീ ഞങ്ങളെ പഠിപ്പിക്കുന്നുവോ? അവർ അവനെ പുറത്താക്കി എന്ന് യേശു കേട്ടു. അവനെ കണ്ടപ്പോൾ യേശു ചോദിച്ചു, മനുഷ്യപുത്രനിൽ നീ വിശ്വസിക്കുന്നുവോ? അവൻ ചോദിച്ചു, കർത്താവേ, ഞാൻ അവനിൽ വിശ്വസിക്കേണ്ടതിന് അവൻ ആരാണ്? യേശു പറഞ്ഞു, നീ അവനെ കണ്ടു കഴിഞ്ഞു, നിന്നോട് സംസാരിക്കുന്നവൻ തന്നെയാണ് അവൻ. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ യേശുവിനെ പ്രണമിച്ചു. യേശു പറഞ്ഞു, കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ അന്ധരായി തീരുകയും ചെയ്യേണ്ടതിന് ന്യായവിധിക്കായിട്ടാണ് ഞാൻ ലോകത്തിലേക്ക് വന്നത്. അവൻ്റെ അടുത്തുണ്ടായിരുന്ന ഏതാനും ഫരീസയർ ഇത് കേട്ട് അവനോട് ചോദിച്ചു, അപ്പോൾ ഞങ്ങളും അന്ധരാണോ? യേശു അവരോട് പറഞ്ഞു, അന്ധരായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പാപം ഉണ്ടാകുമായിരുന്നില്ല. എന്നാൽ ഞങ്ങൾ കാണുന്നു എന്ന് നിങ്ങൾ പറയുന്നു, അതുകൊണ്ട് നിങ്ങളിൽ പാപം നിലനിൽക്കുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാധിക്കുമോ? യേശു കാഴ്ചകൾ കണ്ട് കടന്നു പോകുന്നവനല്ല. കരുണാർദ്രമായ കണ്ണു തുറന്ന് കരളലിയിപ്പിക്കുന്നവരെ കാരുണ്യവാനായ യേശു മാറോട് ചേർത്ത് പിടിക്കുന്നു. യേശു കാണുവാൻ പാകത്തിൽ അവൻ കടന്നു പോകുന്ന വഴിയോരത്തായിരിക്കുക. ജന്മനാന്തനായ മനുഷ്യനെ യേശു കണ്ടു. തിശ്രീ എന്നറിയപ്പെടുന്ന 7-ാം മാസത്തിൻ്റെ 15-ാം ദിവസമാണ് കൂടാരത്തിരുന്നാൾ ആചരിച്ചിരുന്നത്. കൂടാരത്തിരുന്നാളിൽ വെളിച്ചത്തിൻ്റെ കർമ്മവുമായി ബന്ധപ്പെടുത്തിയുള്ള ആചാരങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അന്ധനെ സുഖപ്പെടുത്തുന്ന ഈ വിവരണം നടക്കുന്നത്. യേശു ലോകത്തിൻ്റെ പ്രകാശമാണെന്ന പ്രഖ്യാപനത്തിൻ്റെ തുടർച്ചയാണ് ഇത്. 2 കഥാപാത്രങ്ങൾ വീതം പ്രത്യക്ഷപ്പെടുന്ന 7 രംഗങ്ങൾ ഈ അധ്യായത്തിലുണ്ട്. 1, യേശുവും അന്ധനും. 2, അന്ധനും അയൽക്കാരും. 3, അന്ധനും ഫരീസയനും. 4, യഹൂദരും അന്ധൻ്റെ മാതാപിതാക്കളും. 5, അന്ധനും യഹൂദരും. വീണ്ടും 6, യേശുവും അന്ധനും. 7,
യേശുവും ഫരീസേരും. അന്ധനായ മനുഷ്യൻ പ്രകാശമായ യേശുവിനെ കാണുന്നു, അനുഗമിക്കുന്നു. കാഴ്ചയുള്ള ഫരീസേയർ യേശുവിനെ തിരസ്കരിക്കുന്നു, അന്ധതയിലും പാപത്തിലും നിലകൊള്ളുന്നു. ജന്മനാ അന്ധനായ മനുഷ്യൻ ശാരീരികമായും ആത്മീയമായും കാഴ്ചയുള്ളവനായി മാറുന്നു. കാഴ്ചയുണ്ടായിരുന്ന കപടനാട്യക്കാരായ ഫരീസേയർ ആത്മീയ അന്ധരായി മാറുന്നു. പാപത്തിൻ്റെ ഫലമാണ് രോഗമെന്നും അത് തലമുറകളിലേക്ക് കൈമാറുമെന്നുമുള്ള യഹൂദ പരമ്പരാഗത വിശ്വാസം യേശു തള്ളിക്കളയുന്നു. യേശു വിശദീകരിച്ചു, ഇവൻ അന്ധനായി ജനിച്ചത് ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കളുടെയോ പാപനിമിത്തമല്ല, പ്രത്യുത ദൈവത്തിൻ്റെ പ്രവർത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം 3-ാം തിരുവചനം. ഈ സുവിശേഷ ഭാഗം പ്രധാനമായി 5 കാര്യങ്ങൾ വിവരിക്കുന്നു. 1, ഈ സുവിശേഷ ഭാഗം നിഷ്കളങ്കരുടെ സഹനത്തെക്കുറിച്ച് വിശദീകരിക്കുന്നു. 2, ലോകത്തിൻ്റെ പ്രകാശമായ യേശു പ്രകാശത്തിൽ വ്യാപരിക്കുവാൻ നമ്മെ ക്ഷണിക്കുന്നു. 3, മണ്ണിൽ നിന്ന് ദൈവത്താൽ മെനയപ്പെട്ട മനുഷ്യൻ മാമോദീസായിലൂടെ വിശ്വാസ വെളിച്ചത്തിലേക്കും പ്രകാശിപ്പിക്കപ്പെടലിലേക്കും നയിക്കപ്പെടുന്നു. 4, അന്ധനായ മനുഷ്യൻ യേശുവിനെ അടുത്തറിയും തോറും വിശ്വാസത്തിൽ വളർച്ച പ്രാപിക്കുന്നു. 5, കാഴ്ചയുള്ളവരും കാഴ്ചയില്ലാത്തവരും തമ്മിലുള്ള അന്തരം. ഒന്നാമതായി ഈ സുവിശേഷ ഭാഗം നിഷ്കളങ്കരുടെ സഹനത്തെക്കുറിച്ച് വിശദീകരിക്കുന്നു. സഹനം ദൈവമഹത്വത്തിൻ്റെ മാർഗമാണ്. നിഷ്കളങ്കരുടെ സഹനം അനേകരുടെ കണ്ണു തുറപ്പിക്കുന്ന ദൈവിക രഹസ്യമാണ്. അന്ധന് കാഴ്ച കൊടുത്ത സംഭവം ദൈവത്തിൻ്റെ പ്രവർത്തികൾ വെളിപ്പെടുവാൻ നിമിത്തമായി. സഹനങ്ങളുടെ പിന്നിൽ ദൈവത്തിൻ്റെ കരങ്ങൾ ദർശിക്കണം. അനിഷേധ്യവും അഗ്രാഹ്യവുമായ ദൈവിക പദ്ധതിക്ക് മുന്നിൽ തലകുനിക്കുന്ന സഹനപുത്രനായ ജോബ്. ദൈവദാസനായ പ്രവാചകൻ പോലും ദൈവജനത്തോടൊപ്പം അവർക്ക് വേണ്ടി സഹിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 52-ഉം 53-ഉം അധ്യായങ്ങൾ. പാപമില്ലാത്ത യേശുവിൻ്റെ സഹനം ദൈവനിശ്ചയമായിരുന്നു. സഹനം അഗ്നിയിലെന്ന വണ്ണം വിശുദ്ധീകരണം നൽകുന്നതും ദൈവമഹത്വത്തിലൂടെ അർത്ഥപൂർണമാകുന്നതുമാണ്. സഹനം വിശുദ്ധിയിലെന്ന വണ്ണം വിശുദ്ധീകരണം നൽകുന്നതും ദൈവാനുഭവത്തിൻ്റെ വഴികളിലൂടെ രക്ഷാകരവും ദൈവമഹത്വത്തിലൂടെ അർത്ഥപൂർണമാകുന്നതുമാണ്. യേശു കർത്താവാണെന്ന് ജീവിതം കൊണ്ട് പരസ്യമായി ഏറ്റുപറയുന്നത് ഏറെ സഹനങ്ങൾക്കിടയാക്കും. മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 12-ഉം 13-ഉം തിരുവചനങ്ങൾ. വെളിപാട് പുസ്തകം 17-ാം അധ്യായം 6-ാം തിരുവചനം. വെളിപാട് പുസ്തകം 20-ാം അധ്യായം 4-ാം തിരുവചനം. നന്മ ചെയ്തിട്ടും സഹിക്കേണ്ടി വരുന്നത് ദൈവസന്നിധിയിൽ പ്രീതികരമാണ്. 1 പത്രോസ് 2-ാം അധ്യായം 20-ാം തിരുവചനം. സഹനങ്ങളിൽ തങ്ങളുടെ ശക്തിയിൽ തന്നെ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുകയും ക്രിസ്തുവിൻ്റെ സഹനങ്ങളിൽ പങ്കുചേരുകയും ചെയ്ത് സഭയെ വിശുദ്ധീകരിക്കണം. സഹനങ്ങൾക്കിടയിലും യേശുവിലുള്ള പ്രത്യാശ കൈവിടാത്തവനാണ് വിശ്വാസി. 2, ലോകത്തിൻ്റെ പ്രകാശമായ യേശു പ്രകാശത്തിൽ വ്യാപരിക്കുവാൻ നമ്മെ ക്ഷണിക്കുന്നു. ലോകത്തിൻ്റെ പ്രകാശമാകാനുള്ള വഴി തന്നെ അയച്ച പിതാവിൻ്റെ പ്രവർത്തികൾ പകലായിരിക്കുവോളം നിവർത്തിക്കുക എന്നതാണ്. പകലായിരിക്കുവോളം എന്നതിനർത്ഥം
ഈ ലോക ജീവിതകാലത്ത് എന്നാണ്. കണ്ണിനു കാഴ്ചയുള്ള കാലം എന്നാണ്. ജോലി എന്നതിനർത്ഥം ദൈവഹിതം അനുവർത്തിക്കുന്ന വിശ്വാസത്തിൻ്റെ പ്രവൃത്തി എന്നാണ്. ആർക്കും ജോലി ചെയ്യാനാവാത്ത രാത്രി, ആർക്കും ജോലി ചെയ്യാൻ കഴിയാത്ത രാത്രി മരണത്തെ സൂചിപ്പിക്കുന്നു. യേശുവിനെ അയച്ച പിതാവിൻ്റെ പ്രവൃത്തികൾ പകലായിരിക്കുവോളം യേശുവും ശിഷ്യഗണവും യേശുവിനെ അനുഗമിക്കുന്നവരും ചെയ്യേണ്ടിയിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 4-ാം തിരുവചനം. പ്രകാശത്തിലായിരിക്കുക എന്നതിനർത്ഥം ദൈവത്തിൻ്റെ മക്കളായിരിക്കുക എന്നാണ്. ദൈവഹിതം അനുവർത്തിക്കുന്ന ദൈവപിതാവിൻ്റെ മക്കൾ ലോകത്തിൻ്റെ പ്രകാശമായ യേശുവിൽ നിന്ന് പ്രകാശിതരാകുന്ന പ്രകാശത്തിൻ്റെ മക്കളാണ്. മറ്റുള്ളവർ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നമ്മുടെ സൽപ്രവർത്തികളുടെ വെളിച്ചം പ്രകാശിക്കണം. വിശ്വാസത്തിൻ്റെ വെളിച്ചം പ്രകാശിക്കണം. വെളിവ് നിറഞ്ഞോരീശോ നിൻ വെളിവാൽ കാണുന്നു. ദൈവമഹത്വത്തിനായി യേശുവിൽ പ്രകാശിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അയോഗ്യതകൾ നമ്മെ അന്ധകാരത്തിൽ തള്ളിയിടുവാൻ അനുവദിക്കരുത്. 3. മണ്ണിൽ നിന്ന് ദൈവത്താൽ മെനയപ്പെട്ട മനുഷ്യൻ മാമോദീസായിലൂടെ വിശ്വാസ വെളിച്ചത്തിലേക്കും പ്രകാശിപ്പിക്കപ്പെടലിലേക്കും നയിക്കപ്പെടുന്നു. പൂശലിലൂടെയും കഴുകലിലൂടെയും വിശ്വാസ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന അത്ഭുതം പ്രവേശക കൂദാശയായ മാമോദീസായെ സൂചിപ്പിക്കുന്നു. യേശു നിലത്ത് തുപ്പി, തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി അന്ധൻ്റെ കണ്ണുകളിൽ പൂശി. മനുഷ്യൻ മണ്ണിൽ നിന്നും മെനയപ്പെട്ട ദൈവ സൃഷ്ടിയാണ്. തുപ്പൽ രോഗശാന്തിക്ക് കഴിവുള്ളതാണെന്ന ചിന്ത അന്നാളുകളിൽ പ്രചരിച്ചിരുന്നു. ആദിമസഭയുടെ മാമോദീസ തിരുക്കർമ്മത്തിൽ ഈ സുവിശേഷ ഭാഗം വായിച്ചിരുന്നു. മാമോദീസ നൽകുമ്പോൾ കാർമികൻ തുപ്പൽ കൊണ്ട് ശിശുവിൻ്റെ കൺപോളകളിലും കാതുകളിലും കുരിശു വരച്ച് തുറക്കപ്പെടുക എന്ന് പറയുന്ന പതിവ് ഉണ്ടായിരുന്നു. പൂശുക എന്നതിന് ക്രിസ്മ എന്ന ഗ്രീക്ക് വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മാമോദീസ വേളയിൽ സൈത്തും മൂറോനും ഉപയോഗിച്ചുള്ള തൈലാഭിഷേകത്തെ സൂചിപ്പിക്കുന്ന പദമാണിത്. ദൈവം മനുഷ്യനെ മണ്ണിൽ നിന്നും മെനഞ്ഞു എന്ന് സൂചിപ്പിക്കാനായി ശിശുവിൻ്റെ നെറ്റിമേൽ തൈലം കൂടാതെയുള്ള കുരിശ് വരയ്ക്കുന്നു. മാമോദീസായുടെ ഫലം പുറപ്പെടുവിക്കാനായി സൈത്ത് എന്ന തൈലം ഉപയോഗിച്ച് തായ്തണ്ടായ മുന്തിരിച്ചെടി എന്ന് വിശേഷിപ്പിക്കുന്ന യേശുവിനോട് ഒട്ടിച്ചു ചേർക്കുന്നതിനെ സൂചിപ്പിക്കാനായി സൈത്ത് കൊണ്ട് നെറ്റിയിൽ പിതൃപുത്ര പരിശുദ്ധാത്മനാമത്തിൽ കുരിശു വരയ്ക്കുന്നു. ആത്മീയ പ്രകാശം ലഭിക്കാനായി പരിശുദ്ധാത്മാ അഭിഷേക പ്രതീകമായ മൂറോൻ പൂശുന്നു. മാമോദീസ അനുഭവത്തെ പ്രകാശിപ്പിക്കപ്പെടൽ എന്ന് പുതിയ നിയമത്തിൽ വിശേഷിപ്പിക്കുന്നുണ്ട്. മാമോദീസായിലൂടെ മിശിഹായിലുള്ള വിശ്വാസത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടവർക്ക് ദൈവത്തിൻ്റെ പ്രതിരൂപമായ മിശിഹായുടെ സുവിശേഷത്തിൻ്റെ പ്രകാശം ദൃശ്യമാകുന്നു. 2 കൊരിന്തോസ് 4-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ മിശിഹായുടെ മുഖത്ത് വെളിവാക്കപ്പെട്ട ദൈവ തേജസ്സിനെ പറ്റിയുള്ള അറിവിൻ്റെ പ്രകാശമാണിത്. ദൈവം മനുഷ്യഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുന്ന അനുഭവമാണ് വിശ്വാസാനുഭവം. മാമോദീസായിലൂടെ ലഭ്യമായ ക്രിസ്തീയ വിശ്വാസം മിശിഹായുടെ സുവിശേഷത്തിൻ്റെ പ്രകാശത്താൽ പ്രകാശിതരാകാനുള്ള വിളിയാണ്. യേശു അന്ധനോട് പറഞ്ഞു, നീ പോയി ശീലോഹ, അയക്കപ്പെട്ടവനെന്നർത്ഥം, കുളത്തിൽ കഴുകുക. അന്ധൻ പോയി കഴുകി
കാഴ്ചയുള്ളവനായി തിരിച്ചു വന്നു. പുരാതന ജെറുസലേമിൻ്റെ തെക്കുഭാഗത്ത് സ്ഥിതി ചെയ്തിരുന്നതും ഹെസക്കിയ രാജാവ് പണി കഴിപ്പിച്ചതും ജെറുസലേം നഗരത്തിൽ വെള്ളം ലഭ്യമാക്കുവാൻ കല്ലിൽ കൊത്തി നിർമ്മിച്ചതുമായ ഒരു ജലസംഭരണിയായിരുന്നു ശീലോഹ കുളം. അയക്കപ്പെട്ടവൻ എന്നർത്ഥമാക്കുന്ന ശീലോഹ പിതാവിനാൽ അയക്കപ്പെട്ട മിശിഹായുടെ പ്രതീകമാണ്. മാമോദീസ ക്രിസ്തുവിൻ്റെ പരസ്യ ജീവിതത്തിലും മരണത്തിലും ഉത്ഥാനത്തിലുമുള്ള ക്രിസ്തുവിൽ നിന്ന് ഒഴുകുന്ന ജീവജലത്തിൻ്റെ അരുവിയിലുള്ള സ്നാനമാണ്. മൂറോൻ അഭിഷേകത്തിലൂടെ ഇത് പരിശുദ്ധാത്മ സ്നാനമാണ്. വിശ്വാസം വെളിച്ചമാണ്. മാമോദീസായിലൂടെ നാം വിശ്വാസത്തിലേക്ക് പ്രവേശിക്കുന്നു. വിശ്വാസ ജീവിതത്തിന് വളർച്ചയുണ്ടാകണം. 1 യോഹന്നാൻ 2-ാം അധ്യായം 27-ാം തിരുവചനം. മിശിഹായിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച അഭിഷേകം നിങ്ങളിൽ നിലനിൽക്കുന്നു. അതിനാൽ മറ്റാരും നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല. അവൻ്റെ അഭിഷേകം എല്ലാ കാര്യങ്ങളെയും കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കും. മാമോദീസായിലൂടെ നൽകപ്പെട്ട അഭിഷേകം മിശിഹായുടെ തുടർച്ചയായ തിരുസഭയിലൂടെ വിശ്വാസ വളർച്ച പ്രാപിക്കാനുള്ള കൃപാവരമാണ്. 4. അന്ധനായ മനുഷ്യൻ യേശുവിനെ അടുത്തറിയും തോറും വിശ്വാസത്തിൽ വളർച്ച പ്രാപിക്കുന്നു. ലോകത്തിൻ്റെ പ്രകാശമായ യേശു അന്ധനായ മനുഷ്യൻ്റെ കാഴ്ചപ്പാടിനെ ആഴപ്പെടുത്തുന്നു. 5 വിധത്തിലുള്ള വിശ്വാസ വളർച്ച നമുക്ക് അന്ധനായ മനുഷ്യനിൽ കാണാൻ കഴിയും. 1. യേശുവിനെ മനുഷ്യനായി കാണുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം 11-ാം തിരുവചനം. യേശു എന്നു പേരുള്ള മനുഷ്യൻ. 2. യേശു ഒരു പ്രവാചകനാണ്. യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം 17-ാം തിരുവചനം. ദൈവത്തിൽ നിന്നുള്ളവനല്ല എന്ന് ഫരീസയർ പറയുന്ന മനുഷ്യൻ ശാബത്ത് ആചരിക്കുന്നില്ല എന്ന് ഫരീസയർ കുറ്റപ്പെടുത്തുന്ന ആ മനുഷ്യൻ, പാപിയായ മനുഷ്യന് എങ്ങനെ ഇത്തരം അടയാളങ്ങൾ പ്രവർത്തിക്കുവാൻ കഴിയുമെന്ന് മറ്റുള്ളവർ നിങ്ങളോട് ചോദിച്ച്, ഫരീസയരോട് ചോദിച്ച് ഭിന്നതയ്ക്ക് കാരണമാകുന്ന മനുഷ്യൻ. മനുഷ്യപുത്രനായ യേശു പ്രവാചകനാണെന്ന് തിരിച്ചറിവ്. 3. യേശു ദൈവത്തിൽ നിന്നുള്ളവനാണ്. യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം 33-ാം തിരുവചനം. ജന്മനാ അന്ധനല്ലെന്നു തെളിയിക്കാൻ മാതാപിതാക്കളെ ചോദ്യം ചെയ്യുന്നു. അന്ധൻ ജന്മനാ അന്ധനാണെന്ന് മാതാപിതാക്കൾ സാക്ഷ്യപ്പെടുത്തുന്നു. ആര് അവൻ്റെ കണ്ണുകൾ തുറന്നു എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അവന് പ്രായമായി, അവൻ പറയും. യഹൂദരെ ഭയന്നിട്ട് യേശു ക്രിസ്തുവാണ് എന്ന്, അന്ധന് കാഴ്ച നൽകിയ മെസ്സിഹായാണെന്ന് മാതാപിതാക്കൾ സാക്ഷ്യപ്പെടുത്തുന്നില്ല. എന്നാൽ ജന്മനാ അന്ധനായ തങ്ങളുടെ മകനെ തന്നെ അവർ സാക്ഷ്യത്തിനായി നൽകുന്നു. യേശു ക്രിസ്തുവാണ് എന്ന് വിശ്വസിക്കുകയും ആ വിശ്വാസം മറ്റുള്ളവരുടെ മുന്നിൽ പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതിനെ ഏറ്റുപറയുക അഥവാ ഹോമോലോഗയോ എന്ന് പറയുന്നു. യേശുവിനെ ക്രിസ്തു എന്ന് ആരെങ്കിലും പരസ്യമായി ഏറ്റുപറഞ്ഞാൽ അവനെ സിനഗോഗിൽ നിന്ന് പുറത്താക്കുന്ന പതിവ് AD 80 മുതൽ ആദിമസഭയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നേരിടേണ്ടി വന്ന എതിർപ്പാണ്. യഹൂദരുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്ന ആഹ്വാനം ആണയിടാനായി യഹൂദർ ഉപയോഗിക്കുന്ന ഒരു പ്രതിജ്ഞയാണ്. സ്വയം സാക്ഷ്യപ്പെടുത്തുന്ന സത്യപ്രസ്താവനയാണ്. ആ മനുഷ്യൻ പാപിയാണെന്ന് ഞങ്ങൾക്കറിയാം.
എന്ന യഹൂദ പ്രസ്താവന ഫരീസയരുടെ ഔദ്യോഗിക അധികാരത്തെ വ്യക്തമാക്കുന്ന അവകാശവാദമാണ്. അന്ധനായിരുന്ന എൻ്റെ സാക്ഷ്യം കേൾക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളും യേശുവിൻ്റെ ശിഷ്യരാകാൻ ഇച്ഛിക്കുന്നുവോ എന്ന ചോദ്യം രണ്ട് കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു. ഒന്ന്, അന്ധൻ ഇതിനോടകം യേശുവിൻ്റെ ശിഷ്യനായി കഴിഞ്ഞു. രണ്ട്, യേശു ശിഷ്യരാകാനുള്ള വിളി ഫരീസയർ നിരസിക്കുന്നു. ഫരീസയർ അന്ധനെ ശകാരിച്ചു എന്നതിന് ലോയിദോ റയോ എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. ഇത് ഫരീസയർ തങ്ങളുടെ അധികാരം ഉപയോഗിച്ച് അന്ധന്റെ മേൽ ചെലുത്തുന്ന വലിയ അധിക്ഷേപത്തെയും മതമർദ്ദന സാഹചര്യങ്ങളെയും സൂചിപ്പിക്കുന്നു. യേശുവിൻ്റെ ശിഷ്യനാകാൻ വലിയ വില കൊടുത്തവനാണ് അന്ധനായ ഈ മനുഷ്യൻ. വിശ്വാസ വളർച്ച വലിയ വെല്ലുവിളിയാണ്. ഫരീസയർ തങ്ങളെ തന്നെ പരിചയപ്പെടുത്തുന്നത് മോശയുടെ ശിഷ്യന്മാർ എന്നാണ്. പക്ഷേ മോശയോട് സംസാരിച്ച ദൈവമാണ് ദൈവവചനം മാംസം ധരിച്ച യേശുവെന്ന് കണ്ണുണ്ടായിട്ടും ഫരീസയർ തിരിച്ചറിഞ്ഞില്ല. ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല എന്ന യഹൂദ വിശ്വാസം അന്ധൻ ഫരീസയർക്കെതിരെ വാദഗതിയായി ഉയർത്തുന്നു. തൻ്റെ കണ്ണുകൾ തുറന്ന യേശു പാപിയല്ല, ദൈവത്തെ ആരാധിക്കുകയും ദൈവപിതാവിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവനാണ്. അന്ധനായി പിറന്ന ഒരുവൻ്റെ കണ്ണ് ലോകാരംഭം മുതൽ ഇന്നോളം ആരും തുറന്നിട്ടില്ല. യേശു ദൈവത്തിൽ നിന്നുള്ളവനാണ്. അവൻ എൻ്റെ കണ്ണ് തുറന്നു. വിശ്വാസ വളർച്ചയിലെ ബോധ്യം ജനിപ്പിക്കുന്ന സാക്ഷ്യം. അന്ധനായ സാധാരണ മനുഷ്യനിൽ, യാചകനിൽ, തെരുവിൻ്റെ യാചകനിൽ വിശ്വാസത്തിൻ്റെ ബോധ്യങ്ങൾ ജനിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഫരീസയരെ പോലും പഠിപ്പിക്കുന്ന വിശ്വാസ പരിശീലകനായി വളരുന്ന അന്ധൻ സാധാരണ ജനത്തിൻ്റെ ദൈവസ്വരം കേൾക്കുവാൻ തുറവിയില്ലാത്ത ഫരിസേയ അധികാരവർഗം ദൈവ ശുശ്രൂഷയുടെ പരാജയമാണ്. ഫരീസയർ അന്ധനെ പുറത്താക്കി. ആദിമ സഭാവിശ്വാസികൾ സിനഗോഗിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിൻ്റെ സൂചനയാണിത്. 4, യേശു മനുഷ്യപുത്രനാണ്. യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം 35 മുതൽ 37 വരെയുള്ള തിരുവചനങ്ങൾ. പുറത്താക്കപ്പെട്ടവനെ, സമൂഹം ബഹിഷ്കരിച്ചവനെ യേശു സ്വീകരിച്ചു. യേശു ചോദിച്ചു, മനുഷ്യപുത്രനിൽ നീ വിശ്വസിക്കുന്നുവോ? പുറത്താക്കപ്പെട്ടവരെയും നഷ്ടപ്പെട്ടവരെയും തൻ്റെ അടുക്കൽ വരുന്നവരെയും യേശു തള്ളിക്കളയുന്നില്ല. 5, യേശു കർത്താവാണ്. ആദിമസഭയുടെ വിശ്വാസ പ്രഖ്യാപനം. യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം 38-ാം തിരുവചനം. വിശ്വാസത്തിലുള്ള വളർച്ചയാണ് ശരിയായ ദൈവാരാധന. യേശു എന്ന മനുഷ്യപുത്രൻ ലോകം പ്രതീക്ഷിച്ചിരുന്ന മെസ്സിഹായാണ്, രക്ഷകനാണ്, കർത്താവാണ്. വിശ്വാസത്തിൽ വളരാനുള്ള വഴി ദൈവവചന പഠനവും യേശുവുമായുള്ള നിരന്തര സാമീപ്യവും സംവാദവുമാണ്. യേശു സ്വീകരിച്ചവരെല്ലാം ക്രിസ്തുവിൻ്റെ തുടർച്ചയായ തിരുസഭയാകുന്ന മൗതിക ശരീരത്തിലെ അവയവങ്ങളാണ്. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അന്ധൻ യേശുവിനെ പ്രണമിച്ചു. ആത്മീയ കണ്ണ്, 6-ാം ഇന്ദ്രിയം തുറക്കപ്പെടുന്നത് വിശ്വാസത്തിലുള്ള വളർച്ചയിലാണ്. 1 കൊരിന്തോസ് 12-ാം അധ്യായം 3-ാം തിരുവചനം. യേശു കർത്താവാണ് എന്ന് പറയാൻ
പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കുകയില്ലെന്നും നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പൗലോസ്ലീഹായുടെ വാക്കുകളാണ്. യേശുവിനെ തിരിച്ചറിയുന്നിടത്താണ് എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന വിശ്വാസ പ്രഖ്യാപനം. പ്രണമിച്ചു എന്നതിന് ഉപയോഗിക്കുന്ന പ്രോസ്ക്യൂനേയോ എന്ന ഗ്രീക്ക് പദം ദൈവാരാധനയെ സൂചിപ്പിക്കുന്നു. സാഷ്ടാംഗം പ്രണമിക്കുന്ന കുമ്പിണിയിൽ ദൈവാരാധനയാണ്. 5, കാഴ്ചയുള്ളവരും കാഴ്ചയില്ലാത്തവരും തമ്മിലുള്ള അന്തരം. ന്യൂനതയില്ലാത്തവർ, കാഴ്ചയുള്ളവർ, ബലിയർപ്പിക്കാൻ അവകാശമുള്ളവർ, ദൈവജന ശുശ്രൂഷയിൽ അധികാരമുള്ളവർ, ദൈവവചന പഠിപ്പിക്കലിൽ ഉറ്റിരിക്കുന്നവർ, യേശുവിനെ തിരിച്ചറിയാത്ത അന്ധതയുടെ ദുരവസ്ഥ തികച്ചും ഖേദകരമാണ്. സിനഗോഗ് ബഹിഷ്കരിച്ചവരെ യേശു ചേർത്ത് പിടിച്ചതും നഷ്ടപ്പെട്ടവരെ തേടിയിറങ്ങിയതും സമൂഹം തിരസ്കരിച്ചവരെ അവരുടെ മുറിവുകൾ വെച്ചുകെട്ടിയതും തന്നെ കേൾക്കുന്ന സാധാരണക്കാരെ കൂടെ കൂട്ടിയതും തിരുസഭയെ പണിതുയർത്താനാണ്. ആത്മീയ അന്ധത പ്രകാശമായ മെശിഹായെ തിരിച്ചറിയുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നു. വിശ്വാസത്തിൻ്റെ കണ്ണുകൾ തുറക്കുക, മെശിഹായോടുള്ള വിശ്വസ്തത പുലർത്തുക. ജന്മനാന്ധനായിരുന്നവൻ വിശ്വാസമാകുന്ന ആത്മീയ കാഴ്ചയുള്ളവനാകുന്നു. ആത്മീയ കാഴ്ചയുണ്ടെന്ന് അഭിമാനിച്ചിരുന്ന ഫരീസയർ വിശ്വാസമില്ലായ്മയാകുന്ന ആത്മീയ അന്ധതയിലേക്ക് വഴുതി വീഴുന്നു. അന്ധനിൽ വിശ്വാസത്തിൻ്റെ വളർച്ചയും ഫരീസയരിൽ വിശ്വാസത്തിൻ്റെ തളർച്ചയും രൂപപ്പെടുത്തിയത് അവർക്ക് യേശുവിനോടുള്ള മനോഭാവത്തിൻ്റെ വ്യത്യാസമാണ്. അന്ധൻ വിനീതനും എളിമയുള്ളവനും സത്യസന്ധനും സത്യത്തോട് തുറവിയുള്ളവനും ദാരിദ്ര്യ ദുഃഖം അനുഭവിച്ചവനും തൻ്റെ അജ്ഞതയെ അംഗീകരിക്കുന്നവനുമായിരുന്നു. മനുഷ്യപുത്രനിൽ നീ വിശ്വസിക്കുന്നുവോ എന്ന യേശുവിൻ്റെ ചോദ്യത്തിന് കർത്താവേ, ഞാൻ അവനിൽ വിശ്വസിക്കേണ്ടതിന് അവൻ ആരാണ് എന്ന് ചോദിച്ചുകൊണ്ട് അന്ധൻ യേശുവിനെ അറിയാനും അനുഭവിക്കുവാനുമുള്ള ദാഹം വെളിപ്പെടുത്തി. ഈ മനോഭാവം അന്ധനെ പ്രകാശത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്കും വളർത്തി. ഫരീസയുടെ മനോഭാവം അറിവിൽ അമിത ആത്മവിശ്വാസം, സത്യത്തോട് തുറവിയില്ലാത്ത അവസ്ഥ, മുൻവിധി, ആത്മാർത്ഥതയില്ലായ്മ, അഹങ്കാരം, അധികാരത്തിൻ്റെ ഹുങ്ക്, നിയമത്തോടുള്ള കാർക്കശ്യ മനോഭാവം, വചനം ജീവിക്കാത്ത കാപട്യം, സമൂഹത്തിലെ സമുന്നത പദവി, സമ്പത്ത് എന്നിവ ഇക്കൂട്ടരുടെ വിശ്വാസ തകർച്ചയ്ക്ക് വഴിയൊരുക്കി. ആത്മീയ വളർച്ചയിൽ ഫരീസേയ മനോഭാവം ഒരു കെണിയായി മാറാൻ അനുവദിക്കരുത്. കർത്താവേ, നീ കടന്നു പോകുന്ന വഴിയിൽ എന്നെ നിർത്തേണമേ. നിന്നെ കേൾക്കുവാനും നിന്നോട് സംസാരിക്കുവാനും എന്നെ അനുവദിക്കണമേ. നിന്നെ കാണുവാനായി എൻ്റെ കണ്ണുകൾ തുറക്കണമേ. നിന്നെ ആരാധിക്കുവാനായി എൻ്റെ വിശ്വാസത്തെ വളർത്തേണമേ. എൻ്റെ ജീവിത വഴികളിൽ ഞാൻ നിനക്ക് സാക്ഷ്യം നൽകും. അടുത്ത വെള്ളിയാഴ്ച 40-ാം വെള്ളിയാഴ്ച, വലിയ നോമ്പിലെ 40-ാം ദിവസം, നമ്മുടെ കർത്താവ് നോറ്റ നോമ്പിൻ്റെ അവസാന ദിവസം, കർത്താവ് സാത്താനാൽ പരീക്ഷിക്കപ്പെട്ട് വിജയം കൈവരിച്ച ദിവസം, 40-ാം വെള്ളിയുടെ പ്രത്യേക ശുശ്രൂഷകളും വിശുദ്ധ കുർബാനയുമുണ്ട്. ഉപവാസവും 40 കുമ്പിടിയിലും ഇല്ല. ശനി, ലാസറിനെ ഉയർപ്പിച്ച ശനിയാഴ്ച, ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നുവെന്ന്
എന്നാൽ യേശുവിൻ്റെ പഠിപ്പിക്കലിൻ്റെ ശനി. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം. ഞായറാഴ്ച ഓശാന ഞായർ. ഗാനങ്ങൾ പരിശീലിക്കണം. ശുശ്രൂഷയുടെ ക്രമം പഠിക്കണം. ഓശാന ഗീതങ്ങളുടെ പുസ്തകം, കുരുത്തോല, കറയില്ലാത്ത പൂക്കൾ എന്നിവ ദേവാലയത്തിൽ കൊണ്ടുവരണം. ഓശാന ഞായറാഴ്ച വൈകിട്ട് വാദേ ദൽമീനോ ശുശ്രൂഷയോടെ കാശാഴ്ചയിലേക്കുള്ള തുറമുഖ പ്രവേശനം സാധ്യമാകുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.